Good afternoon, everyone. എന്താണ് വിഷയം ചെയ്യാതെ? Good afternoon, ma'am. Yeah, good afternoon. Okay. Prepare ചെയ്തിരുന്നോ ജിൻഷ? പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ് വിട്ടുപോയി. എന്തോ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്നവ എഴുതാനുണ്ടായിരുന്നോ? മറന്നു. പറഞ്ഞിരുന്നില്ലേ? ടെൻസ് അല്ലേ എന്ന് പറഞ്ഞോണ്ടെന്ന്. ടെൻസ് ആണ്. കറക്റ്റ് ആണ്. സോറി, ടെൻസ് ആണ് കേട്ടോ. ടെൻസ് നമ്മൾ എവിടെ വരെ എത്തി? ടെൻസ് ഫ്യൂച്ചർ വരെ എത്തി മാം. ഫ്യൂച്ചർ വരെ എത്തി. ക്ലിയർ ആണോ? ഒന്ന് നോക്കിനി വിട്ടു. കഴിഞ്ഞ ദിവസം നോക്കി, ഇന്നലെ നോക്കി. ക്ലിയർ ആണ്. ഓക്കെ. ലാഷിനാ എവിടെയായിരുന്നു? മിസ്സിംഗ് ആയിരുന്നല്ലോ. ഞാൻ കുറച്ച് ക്ലാസ് മിസ്സായി പോയി. കുടുംബത്തിലൊരു മരണം ഉണ്ടായിരുന്നു. ലാഷിനിക്ക് ടെൻസ് ഒക്കെ അറിയാമോ? ടെൻസ് എന്നാലൊരു ഡൗട്ട് വരുന്നു അവിടെ എവിടെയൊക്കെ. ടെൻസ് ആണ് എടുക്കുന്നത്. പിന്നെ റിവ്യൂ ആണോ സ്റ്റാർട്ട് ചെയ്തത് മാം? റിവ്യൂ ആണോ ചെയ്യുന്നത് ടെൻസിന്റെ? പിന്നെ ടെൻസ് ആർക്കും അറിയില്ല. അറിയോ കാരണം ടെൻസ് അറിയാതെ ഈ റിപ്പോർട്ട് സ്പീച്ചും ആക്റ്റീവ് വോയിസും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ടെൻസ് അറിയില്ലായിരുന്നു. ജിൻഷ പറയൂ, ടെൻസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ജിൻഷക്ക് എന്താണ് മനസ്സിലായത്? പറയൂ. സിമ്പിൾ പെർഫെക്റ്റ് ടെൻസിന് സിമ്പിൾ പെർഫെക്റ്റ്, പിന്നെ പ്രസന്റ് ടെൻസ് അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ്. നമ്മള് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പ്ലൂറലിന്റെ കൂടെ എസ് ചേർക്കരുത്, അതുപോലെ സിംഗുലറിന്റെ കൂടെ എസ് ചേർക്കണം. പ്ലൂറൽ മീൻസ് ഐ, വി, യു, ദേ വരും. പിന്നെ സിംഗുലർ ആകുമ്പം ഹീം, ഷീയും, ഇറ്റും വരും. പിന്നെ എവരിബഡിയും. പിന്നെ ഇപ്പോ നമ്മള് പ്ലൂറൽ എങ്ങനെ എഴുതുകയെന്ന് വെച്ചാൽ യു റൈറ്റ് എന്ന് എഴുതും. സിംഗുലർ ആകുമ്പം ഷീ റൈറ്റ്സ് എന്ന് എഴുതും. എക്സാമ്പിൾ പിന്നെ ഓക്സിലറി പറയുമ്പോൾ എം, ഈസ്, ആറ്. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസിൽ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് ING ആണ് ചേർക്കുക. ഇപ്പോൾ ഐ ആം റീഡിങ് എക്സാമ്പിൾ. പിന്നെ പ്രസന്റ് പെർഫെക്റ്റിൽ ഹാസ്, ഹാവ്, ഹാഡ് വരും. ഹാസ് ഓർ ഹാവ് ആണ് മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. എസ് പ്ലസ് ഹാസ്, ഹാവ് പ്ലസ് V3 ഫോം ഉപയോഗിക്കുക. V3 ഫോം മൂന്നാമത്തെ ഫോം. ഹി ഹാസ് വെച്ചിട്ട് ഹാസ് V3 ഫോം വരുമ്പോൾ ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ അല്ലേ വരുമ്പോൾ ഈറ്റൺ. യു ഹാവ് ചേർക്കും. അപ്പോൾ യു ഹാവ് വരുമ്പോൾ V3 ഫോം ഈറ്റൺ അല്ലേ വരുക. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ അകത്ത് വരുമ്പം ഹി ഹാസ് റിട്ടൺ എന്നാ വരിക. അപ്പോൾ തന്നെ യു ചേർക്കുമ്പോൾ യു ഹാവ്, യുവിന്റെ കൂടെ ഹാവാ ചേർക്കുക. ഹി വരുമ്പോൾ ഹാസാ ചേർക്കുക. അപ്പോൾ തന്നെ എക്സാമ്പിൾ ഹി ഹാസ് റിട്ടൺ, യു ഹാവ് ഈറ്റൺ വരും. അപ്പോൾ V3 ഫോം ആണ് ഈറ്റണും റിട്ടണും വരുമ്പോൾ. അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസില് അതിന്റെ ഇത് ഫോർമാറ്റ് എസ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ്
വി പ്ലസ് ing അല്ലേ? അപ്പം സബ്ജക്റ്റ് he has been eating. അങ്ങനെ പറഞ്ഞൂടെ? പിന്നെ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് വരുന്നത്. സിമ്പിൾ പാസ്റ്റില് എസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2 ഫോം, സെക്കൻഡ് ഫോം വീന്റെ. നമ്മള് പാസ്റ്റും പറഞ്ഞോ, പാസ്റ്റ് ടെൻസും പറഞ്ഞോ? പാസ്റ്റ് പറഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പറഞ്ഞു. ഓക്കെ, ജിംഷ വെയിറ്റ് ചെയ്യണം. ഓക്കെ. പ്രസന്റ് ടെൻസ് അറിയാത്തവരാരാണ് എന്ന് പറഞ്ഞേ. പ്രസന്റ് ടെൻസിൽ വരുന്നത് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 4 എണ്ണത്തിലും എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? അനാമിക, അഞ്ജു, ലാഷിന, നെച്ചൂസ്, നീഹ, നിഹാല, then SS, that's profile name, and Sujit B. Okay? ഈ പേര് വിളിച്ചവർക്ക് പ്രസന്റ് ടെൻസില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്, അല്ലാതെ വേറൊന്നിനും. ഉണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്? അതെ, അഞ്ജുന് ക്ലിയർ ആണ്. ദെൻ എല്ലാവരും പറയൂ. രാഷിന ക്ലിയർ ആണോ? പറയൂ. ചെറിയ ഡൗട്ട് വരുന്നത് പ്രസന്റ് കണ്ടിന്യൂസും പെർഫെക്റ്റ് കണ്ടിന്യൂസും ഉള്ള ഒരു ഡൗട്ടാണ്. അത് രണ്ടും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം? അങ്ങനെയുള്ള രണ്ടും കണ്ടിന്യൂസ് ആണല്ലോ, അപ്പൊ ആ പ്രസന്റ് മനസ്സിലായി. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ജിൻഷ, ഹലോ മാം. ജിൻഷയ്ക്ക് പ്രസന്റ് ടെൻസ് ക്ലിയർ ആണ്, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ജിൻഷാദ് ലാഷിനയ്ക്ക് എല്ലാവർക്കും ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാം, നോട്ട് എഴുതുന്ന രീതിയിലും എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജിൻഷ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോ ഇല്ല ജിൻഷ സിമ്പിൾ പ്രസന്റ് തുടങ്ങി പറയും. ലാസ്റ്റ് നോട്ട് ചെയ്തിരിക്കുന്നുണ്ടോ? ഓ മാം എഴുതുന്നുണ്ട്. ജിൻഷ ആ രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ, സിമ്പിൾ പ്രസന്റ് തുടങ്ങി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാ സിമ്പിൾ പ്രസന്റിൽ സിമ്പിൾ പ്രസന്റ് ലാഷിനയ്ക്ക് ഡൗട്ട് ഉണ്ട്, ലാഷിനയ്ക്ക് ഇപ്പൊ നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജിൻഷ നന്നായിട്ട് പറഞ്ഞു പറയുമ്പോൾ ജിൻഷയ്ക്കും കുറച്ചുകൂടെ ക്ലിയർ ആകും, കേൾക്കുന്നത് ലാഷിനയ്ക്കും മനസ്സിലാവും. ഓക്കെ, സിമ്പിൾ പ്രസന്റില് ഫ്ലൂറിന്റെ കൂടെ നമ്മള് പ്ലൂറൽ ആകുമ്പോ ഇത് പ്ലൂറൽ ആകുമ്പോ നമ്മൾ അത് പ്ലൂറൽ ആകുമ്പോ എസ് ചേർക്കണം. അപ്പൊ ഐയും വിയും യുവും ദേയാണ് വരുന്നത് പ്ലൂറൽ ആയിട്ട്. സിംഗുലർ ആയിട്ട് വരുന്നത് ഹീയും ഷീയും ഇറ്റും എവരിബഡിയാന്ന് വരുന്നത്. അതിന്റെ കൂടെ എസ് ചേർക്കും, സിംഗുലറിന്റെ കൂടെ എസ് ചേർക്കും, പ്ലൂറലിന്റെ കൂടെ എസ് ചേർക്കുന്നില്ല. പിന്നെ പ്ലൂറൽ വേർബിന് എക്സാമ്പിൾ പറയുന്നത് യു വെച്ച് പറയുമ്പോൾ യു റൈറ്റ്. റൈറ്റ് വരുമ്പം ഫസ്റ്റ് ഫോമിലായിരുന്നു യു റൈറ്റ്, അതിന്റെ കൂടെ എസ് ചേർക്കുന്നില്ല, അതാ പറയുന്നത്. സിംഗുലറിന്റെ കൂടെ ആകുമ്പം ഷീ റൈറ്റ്സ്, ഷീ വരുമ്പം സിംഗുലർ ആണ്, സിംഗുലർ വരുമ്പം എസ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഓക്സിലറിന്റെ ഏതാന്ന് പറയുന്നത്, ഓക്സിലറി വരുന്നത് എം ഈസും ആറും. ഞാൻ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം എസ് പ്ലസ് ഓക്സിലറി പ്ലസ് ING. അപ്പൊ ING ഫോമാണ് വരിക. അപ്പൊ ഐ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ട് എം എന്ന് പറയുന്നത് ഐ വരുമ്പം ഏമ ചേർക്കുക, ഹീ വരുമ്പം ഈസ് ചേർക്കും, ഹീസ് എലമെന്റ് ചേർക്കുക. ഷീ വരുമ്പോ ദേ എല്ലാം വരുമ്പം ദേയും
ദേ ഒക്കെ വരുമ്പോൾ ആറാ ചേർക്കുക. ദേ ആർ, വി ആർ അങ്ങനെയുള്ള ചേർക്കുക. യു ആർ എന്നെല്ലാം വരിക. ഐ ആം റീഡിങ്, ഷീ ഈസ് സിംഗിങ്. എക്സാമ്പിളാ പറഞ്ഞത്. യുവും വിയും ദേയും വരുമ്പം ആറാണ് ചേർക്കുക. പിന്നെ പ്രസന്റ് പെർഫെക്റ്റില് ഹാസ്, ഹാവ്, ഹാഡാ വരിക. പ്രസന്റ് പെർഫെക്റ്റില് മെയിനായിട്ട് ഹാസും ഹാവും ഹാഡും ചേർക്കുന്നു. അതിൽ മെയിൻ മസ്റ്റ് ആയിട്ട് ഹാസും ഹാവ് ആണ് ചേർക്കുന്നത്. അതിന്റെ ഫോം എസ് പ്ലസ് ഹാസ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഹാവ് പ്ലസ് V3 ഫോം, മൂന്നാമത്തെ ഫോം. ഹി ഹാസ്. എക്സാമ്പിൾ ഹി വരുമ്പോൾ ഹാസ് ചേർക്കുന്നു. അതേപോലെ യു വരുമ്പോൾ ഹാവ്. അപ്പോൾ യുവും വി എല്ലാം വരുമ്പോൾ ഹാവ് ആയിരിക്കും ചേർക്കുക. ഹി വരുമ്പോൾ ഹാസ് ചേർക്കുന്നത്. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ല പറയുന്നത്. ഷീ ഹാസ് റിട്ടൺ. റിട്ടൺ വരുന്നത് മൂന്നാമത്തെ ഫോം അല്ല വരുന്നത്, V3 ഫോമാണ് വരുന്നത്. Yeah. Okay. Jinsha. Okay. Yeah. Lashna. Yes, ma'am. Simple present clear ആണോ? Okay. Okay. Yeah. Neha, simple present clear ആണോ? Okay. Simple present ല് എന്തോ കൺഫ്യൂഷൻ ഉണ്ട്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? അതിന്റെ ഇത് വരുന്നത് എസ് പ്ലസ് ഹാവ് ഓർ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വി പ്ലസ് ING അല്ലേ വരുന്നത് പെർഫെക്റ്റിന്റെ കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോ സിമ്പിൾ പ്രസന്റ് വരുന്നത് സബ്ജക്ട് പ്ലസ് V1 ആണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. സബ്ജക്ട് പ്ലസ് V1 ആണ്. ഇനി സബ്ജക്ട് എന്താണെന്ന് അറിയണമെങ്കിൽ സിംഗുലർ സബ്ജക്ട് ഉണ്ട്, പ്ലൂറൽ സബ്ജക്ട് ഉണ്ട്. സിംഗുലർ സബ്ജക്ട് ഹി, ഷീ, ഇറ്റ്, എവരിബഡി ആണ്. ഇനി പ്ലൂറൽ സബ്ജക്ട് ഐ, യു, വി, ദേ ആണ്. ഓക്കെ, ഇനി V1 വെർബാണ്. വെർബിന് 3 ഫോംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഫോം ആണ് V1 എന്ന് പറയുന്നത്. റൈറ്റ്, റോട്ട്, റിട്ടൺ ആണെങ്കിൽ റൈറ്റ് ആണ് എന്താ V1 ആയിട്ട് വരാം. ഓക്കെ, ഇനി സബ്ജക്റ്റിന്റെ കൂടെ വരുന്ന വെർബ് എങ്ങനെയാണ്? കാരണം സബ്ജക്ട് പ്ലസ് V1 ആണല്ലോ സ്ട്രക്ചർ. അതില് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിംഗുലർ സബ്ജക്ട് ഞാൻ പറഞ്ഞു ഈ, ഷീ, ഇറ്റ്, എവരിബഡി ആണ്. അതിന് സിംഗുലർ വെർബ് ആകുമ്പോൾ റൈറ്റിന്റെ കൂടെ എസ് ആഡ് ചെയ്യണം. അതായത് റൈറ്റ്സ് എന്ന് വരും. വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യണം. വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുമ്പോഴാണ് എന്താ സിംഗുലർ വെർബായി മാറാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ക്ലിയർ ആണോ ലാഷ്ന, നീഹ? Clear, ma'am. നീഹ ക്ലിയർ ആണോ? നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസില് സബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് അതായത് പ്രസന്റിലെ വരുന്ന ഓക്സിലറീസ് ഈസ്, ആം, ആർ ആണ്. ഓക്കെ, ഈസ്, ആം, ആർ ആണ്. ദെൻ വെർബിന്റെ കൂടെ ING വരണം. ഓക്കെ, ഐയുടെ കൂടെ ആമും ഹി, ഷീ, ഈസ്, എവരിബഡിയുടെ കൂടെ ഈസും യു, വിയുടെ കൂടെ ആറാണ് വരാം. ഓക്കെ, എന്നിട്ട് വെർബിന്റെ കൂടെ ING ചെയ്യണം. അതായത് ഐ ആം റീഡിങ്, ഹി ഈസ് റീഡിങ്, ദേ ആർ റീഡിങ്. ഓക്കെ, നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. വെർബിന്റെ തേർഡ് ഫോം റൈറ്റ്, റോട്ട്, റിട്ടൺ. അതില് മൂന്നാമത്തെ ഫോം ഏതാണ്? റിട്ടൺ ആണ്. ഓക്കെ, അപ്പൊ റിട്ടൺ ആണ് എന്ത് V3 ആയിട്ട് വരാം. ഓക്കെ, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. നെക്സ്റ്റ് present perfect continuous. Subject plus has or have plus been plus verb ന്റെ കൂടെ ING. സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യുക. അതിനുശേഷം ഒരു ബീൻ വേണം. എന്നിട്ട് വെർബിന്റെ കൂടെ ING. She has been reading
They have been reading. Okay, ഇതാണ് present tense. ക്ലിയർ ആവണോ? എഴുതിയെടുത്തിട്ടുണ്ടോ എല്ലാവരും? എഴുതിയെടുത്തോ എല്ലാവരും? ക്ലിയർ ആവണോ? Yes, ma'am. ഒരു എക്സാമ്പിൾസ് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഈ പ്രസന്റ് ടെൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. They have. എല്ലാത്തിന്റെയും പറയണം. Yeah, simple present, present continuous, perfect, perfect continuous. I am walking. She is dancing. ജിൻഷ, സിമ്പിൾ പ്രസന്റ് എങ്ങനെയാണ് എക്സാമ്പിൾ വരാ? സിമ്പിൾ പ്രസന്റ് ഇല്ല. പ്രസന്റ് പ്ലൂറൽ ആവുമ്പോ you read, and he you plays വരുമല്ലോ. സിംഗുലർ സബ്ജക്റ്റിനെ കൂടി യൂസ് ചെയ്യാം. സിംഗുലർ ആവുമ്പോ ഷീന്റെ കൂടെ എസ് ചേർക്കണ്ടേ, അപ്പൊ റീഡ്സ് വരും. She plays, she writes, she reads, അങ്ങനെയല്ലേ വരാം. അതിന്റെ കൂടെ എസ് ചേർക്കുമെന്നാ ചോദിച്ചത്. ആ സിംഗുലർ സബ്ജക്റ്റിനും കൂടെ യൂസ് ചെയ്യുന്ന വെർബിന് നമ്മൾ എസ് ആഡ് ചെയ്യണം, സിംഗുലർ ആവുള്ളൂ. യു പ്ലേസ് അല്ല, ഷീ പ്ലേസ് പറഞ്ഞൂടെ? ഇപ്പം പ്ലേസ് പ്രസന്റ് കണ്ടിന്യൂസില് എക്സാമ്പിൾ വരുമ്പം ഐ ആം ഡാൻസിങ്, they are playing, we are dancing. Okay അല്ലേ മാം? Yeah, correct. She is writing, he is dancing. Okay. പ്രസന്റ് പെർഫെക്റ്റില് എസ് ഓർ ഹാവ് ചേർക്കണം. അപ്പൊ സബ്ജക്റ്റ് ഹി ആവുമ്പോ he has written, he has eaten. Yeah. You have played അങ്ങനെയല്ലേ വരുമോ? played. You have played എന്ന് പറഞ്ഞൂടെ? ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ അകത്ത് എസ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് ബി പ്ലസ് ing വരുമ്പം യു ഹാവ് ബീൻ ടോക്കിംഗ് പറഞ്ഞൂടെ? Yeah. Okay. ഇനി നീഹ പറയൂ, എക്സാമ്പിൾസ് എന്ന് പറഞ്ഞേ. സിമ്പിൾ പ്രസന്റ് എക്സാമ്പിൾ എന്താ വരാ? എന്തോ സൗണ്ട് പറയോ? സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ എഴുതിയെടുത്തോ? സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടൊന്ന് എക്സാമ്പിൾ പറയാൻ പറ്റുന്നോക്കി.
സിമ്പിൾ പ്രസന്റില് സബ്ജക്ട് പ്ലസ് V1 അല്ലേ, സബ്ജക്ട് പ്ലസ് V1. അതാണ് അതിന്റെ സ്ട്രക്ചർ. ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടൊന്ന് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ. അഞ്ജുവിന്റെ എക്സാമ്പിൾസ് എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, നീങ്ങ പറയൂ. നീഹ എന്താണ് മനസ്സിലാവാത്തത് ചോദിക്കൂ, പറഞ്ഞുതരാം. എന്തോ ക്ലിയർ ആവുന്നില്ല നീഹ. നിങ്ങളുടെ വോയിസ് ക്ലിയർ അല്ല. ഓക്കെ നീഹ ടെക്സ്റ്റ് ചെയ്യൂ. ഓക്കെ, നീ നെക്സ്റ്റ്. ഓ സുജിത്ത് എന്ന് പറയുന്നത് വിദ്യയാണല്ലേ? യാ ഓക്കെ വിദ്യ. അപ്പോ നെക്സ്റ്റ് ഇനി ആരാ? വിദ്യ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞേ. ഇല്ല, സിമ്പിൾ പാസ്റ്റ് നീഹ, സിമ്പിൾ പ്രസന്റ്. യാ സിമ്പിൾ പ്രസന്റ്. വിദ്യ എക്സാമ്പിൾസ് ഒന്ന് പറയാമോ വിദ്യ? ഓക്കെ, റെസ്പോൺസ് ഒന്നുമില്ല. ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സിലെ സെൽഫ് ഇൻട്രോ ചെയ്യാൻ പറഞ്ഞിരുന്നോ? അതൊന്ന് പ്രിപ്പയർ ചെയ്ത് വരാൻ പറഞ്ഞിരുന്നോ? നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. പറഞ്ഞിരുന്നോ? ഇല്ല മാം, ഓർമ്മയില്ല പറഞ്ഞതായിട്ട്. എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് പാസ്റ്റ് ടെൻസ്. ഓക്കെ ജിൻഷ പറയൂ, പാസ്റ്റ് പറയൂ. പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ പാസ്റ്റ് ഫസ്റ്റ് വരുന്നത്. അതിൽ എസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2 ഫോമാണ് വരുന്നത്. V2 ഫോം വരുമ്പം റൈറ്റ് പാസ്റ്റ് റോട്ട്, റൈറ്റിന്റെ V2 ഫോം റോട്ട്. പിന്നെ അപ്പൊ സബ്ജക്റ്റ് ഐ വരുമ്പം ഐ റീഡ് വെച്ച് പറയുമ്പോൾ റീഡ് റെഡ് അല്ലായിരുന്നു. അപ്പൊ ഐ റെഡ് അല്ല വരുക, ഐ റെഡ്. എസ് പ്ലസ് സോറി പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ അകത്ത് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെർ പ്ലസ് വി പ്ലസ് ING. സബ്ജക്റ്റ് ഐ അല്ലെങ്കിൽ ഹി ഷീ ഇറ്റ് എവരിബഡി, അതിന്റെ കൂടെ വാസ് ആണ് ചേർക്കുക പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ അകത്ത്. അതുപോലെ യു വി ദേ വരുമ്പം വേറെ ചേർക്കുക. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ഐ ആണെങ്കിൽ വാസിൽ വരണം. ഐ വാസ് പ്ലേയിങ്. പാസ്റ്റ് പെർഫെക്റ്റില് സബ്ജക്റ്റ് പ്ലസ് ഇനിയിപ്പോൾ യു വരികയാണെങ്കിൽ യു വേർ വരും, യു വേർ പ്ലേയിങ് വരും. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റില് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം. സബ്ജക്റ്റ് ഇപ്പോൾ ഹി ആണെങ്കിൽ ഹി ഹാഡ് പ്ലേഡ്, ഹി ഹാഡ് പ്ലേഡ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വി പ്ലസ് ING. സബ്ജക്റ്റ് ഇപ്പം ഹി ആണെങ്കിൽ ഹി ഹാഡ് ബീൻ റണ്ണിങ് എന്ന് പറഞ്ഞൂടെ മാം? എന്താണ് നിങ്ങൾ പറഞ്ഞേ? ഹി ഹാഡ് ബീൻ റണ്ണിങ്.
ഓക്കെ ഇത് മാത്രമല്ല പാസ്റ്റ് അല്ലേ പറയണ്ടു, ഫ്യൂച്ചർ പറയണ്ട. ഫ്യൂച്ചർ എന്ന് പറയും, കംപ്ലീറ്റ് ആയാലും. ഫ്യൂച്ചറിൽ സിമ്പിൾ ഫ്യൂച്ചർ. ഫ്യൂച്ചർ ആകുമ്പോൾ വില്ല ചേർക്കുക. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ഫോം. സബ്ജക്റ്റ് ഇപ്പം ഐ ആണെങ്കിൽ ഐ വിൽ പ്ലേ, ഐ വിൽ റീഡ്, അങ്ങനെ ചേർക്കും. ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ അകത്ത് സബ്ജക്റ്റിന്റെ കൂടെ വില്ലും വി ഫോമും ING. സബ്ജക്റ്റ് ഇപ്പം ഹി ആണ്, ഹി വിൽ പ്ലേയിങ്, അല്ലെങ്കിൽ ഹി വിൽ, ഷീ വിൽ ഡാൻസിങ്. ഫ്യൂച്ചർ പെർഫെക്റ്റിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം. സബ്ജക്റ്റ് ഷീ ആണെങ്കിൽ ഷീ വിൽ ഹാവ് റീഡ് റെഡ് അല്ലേ, റെഡ് ഷീ വിൽ റെഡ് വരൂലേ. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ അകത്ത് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വി പ്ലസ് ING. സബ്ജക്റ്റ് വി ആണെങ്കിൽ വി വിൽ ഹാവ് ബീൻ പ്ലേയിങ്. ഓക്കെ ജിൻഷ, ടെൻസ് എല്ലാം ക്ലിയർ ആണല്ലോ? യെസ് മാം. ഓക്കെ, മനസ്സിലായിപ്പോ? ഇപ്പൊ മനസ്സിലായി. വെരി ഗുഡ്. ഓക്കെ, ഞാനൊരു ജസ്റ്റ് ഒരു 4 സെന്റൻസ് മലയാളത്തിൽ പറയാം. എല്ലാവരും അത് എഴുതി നിൽക്കാം. ടെൻസ് ബേസ് ചെയ്തിട്ടാണ് സെന്റൻസ് പറയുന്നത്. അപ്പൊ ഏത് ടെൻസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ എഴുതാം. അവൻ എഴുതുന്നു, അവൻ എഴുതുന്നു, അവൻ നോട്ട് എഴുതുന്നു. ഓക്കെ, അവൻ നോട്ട് എഴുതുന്നു. അവൻ നോട്ട് എഴുതുന്നു. നോട്ട് എഴുതുന്നത് എന്റെ മകനാണ്. നോട്ട് എഴുതുന്നത് എന്റെ മകനാണ്. ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യുകയാണ്. ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യുകയാണ്. ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യുകയാണ്. എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുണ്ട്. ഞാൻ 2 വർഷമായി ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2 വർഷമായി ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം എനിക്ക് ജോലി കിട്ടി. അവസാനം എനിക്ക് ജോലി കിട്ടി. ഞാൻ ഇന്നലെ എന്റെ വീട്ടിലായിരുന്നു. ഞാൻ ഇന്നലെ എന്റെ വീട്ടിലായിരുന്നു.
എന്റെ ഹസ്ബൻഡ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. എന്റെ ബ്രദർ അല്ല എന്റെ അനിയൻ ബ്രദർ എന്റെ ബ്രദർ എന്റെ ബ്രദർ എന്റെ മകനെ വിളിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ബ്രദർ എന്റെ മകനെ 1 മണി മുതൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇൻഷ എല്ലാരും എഴുതി കഴിഞ്ഞോ? ഇല്ല. എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണേ. ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം പറയണം കേട്ടോ. കഴിഞ്ഞെന്ന് പറയണേ. യെസ് മാം.
ഓക്കെ, കഴിഞ്ഞോ? ആരുടെയും കഴിഞ്ഞോ? ജിൻഷ ആൻഡ് ബിജു റെസ്പോൺസ് ചെയ്യാമോ? ഞാൻ എഴുതി തെറ്റാന്നറിയില്ല. ഓക്കെ ജിൻഷ പറയൂ. മിസ്റ്റേക്ക് എല്ലാം ഉണ്ട്. ഹി വാസ് റൈറ്റിംഗ്, അവൻ എഴുതുകയാണെന്നുള്ളതിന്. അവൻ നോട്ട് എഴുതുന്നു. ഹി ഈസ് റൈറ്റിംഗ് നോട്ട്സ്. ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യുകയാണ്. ഐ വാസ് കുക്കിംഗ് ടു കിച്ചൺ. മകൻ നോട്ട്. ഹി വാസ് റൈറ്റിംഗ്. ഞാൻ എഴുതുന്നു. അവൻ എഴുതുന്നു. ഹി റൈറ്റിംഗ് മാത്രമേ ഉണ്ടോ? അവൻ എഴുതുന്നു എന്ന് പറയുന്നു. നെക്സ്റ്റ്. അവൻ നോട്ട് എഴുതുന്നു. അഞ്ജു പറയൂ. First one, he writes note. Second one, my son is writing notes. ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. മലയാളം വാക്ക് അതുകൊണ്ട് ടെൻസ് ഐഡന്റിഫൈ പാടും. I have a എന്റെ സൗണ്ട് എനിക്കറിയാം കേൾക്കാം. ഓക്കെ, ഇത് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്. അവൻ എഴുതുന്നു, അവൻ നോട്ട് എഴുതുന്നു. ഹി റൈറ്റ്സ് എ നോട്ട്. ഇനി നോട്ട് എഴുതുന്നത് എന്റെ മകനാണ്. എന്നെങ്ങനെയാ പറയാ? എന്റെ മകനാണ്. My son is writing.
എന്റെ മോനപ്പോ അങ്ങനെ അത് പറയുമ്പോ എന്റെ മകൻ നോട്ട് എഴുതുന്നു എന്നാണ്. നോട്ട് എഴുതുന്നത് എന്റെ മകനാണ്. അതെങ്ങനെ പറയും? നോട്ട് എഴുതുന്നത് എന്റെ മകനാണ്. he you write note. അപ്പൊ എന്ത് ചെയ്യണമെന്നല്ലോ? അപ്പോ ഹീസ് റൈറ്റിംഗ് എ നോട്ട്. പിന്നെ ആ എഴുതുന്ന ആള് എന്റെ മകനാണ്. ഹു ഈസ് മൈ സൺ. ഓക്കെ, അങ്ങനെ പറയാം. എഴുതുന്ന ആള് എന്റെ മകനാണെന്ന് പറയാലോ. മനസ്സിലായോ? Who writes? He writes a note. അവൻ എഴുതുന്നു അല്ലെ? അവൻ എഴുതുന്നു. ഓക്കെ, ഇനി എഴുതുന്ന ആൾ എന്റെ മകനാണെന്നാണ് പറയേണ്ടത് അല്ലെ? എഴുതുന്ന നോട്ട് എഴുതുന്നത് എന്റെ മകനാണ്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കി, അഞ്ചൊന്ന് പറഞ്ഞു നോക്കി. എങ്ങനെയാണോ ഒന്നുകൂടെ ഒന്ന് പറയുമോ? Who wrote the note? Who wrote the note? Who is my son? എന്നാണ് പറയാം. വേണ്ട, നിങ്ങൾ ആ സെന്റൻസ് വിട്ടേക്കും. ആ രണ്ടാമത്തെ സെന്റൻസ് വിടും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അടുത്തുള്ള പറഞ്ഞേ, ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യുകയാണ്. പറ, ടെൻസ് ഏതായിരുന്നു? പോയോ? Present perfect. He writes a note. That is my son. അതെന്റെ മകനാണ്. That is my son. ഇനി ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യുകയാണ് എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. I'm cooking in the kitchen. I'm cooking in the kitchen. Then എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുണ്ട് എന്ന് പറയുന്ന ഏത് ടെൻസ് ആണ്? ഏത് ടെൻസ് ആണ്? പോയിട്ടുണ്ട്. കഴിഞ്ഞതല്ലേ മാം? പോയിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞതാണ്. പാസ്റ്റ് വരുമോ? പോയിട്ടുണ്ട്. അതില് അതെന്താ പറയാ? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് വരില്ല. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പോയിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഒരു പ്രസന്റ് നടന്നൊരു പ്രവൃത്തി കഴിഞ്ഞതാണ് അല്ലെ? ഇപ്പൊ പോയിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ പോയ കാര്യമാണ് അല്ലെ? We have or have? He has gone. My husband Have gone. Went to a? My husband have ആണോ? Has a? Has അല്ലേ? സിംഗിൾ സബ്ജക്റ്റ് അല്ലേ? Has went to a job. Went gone. Gone. ഇപ്പൊ ടെൻസ് പഠിച്ച ആള് തെറ്റിക്കുകയാണോ? V3 ഫോം അല്ല വരുമല്ല. അപ്പോ my husband has gone to work. എന്റെ ഹസ്ബൻഡ് പോയിട്ടുണ്ട്, ജോലിക്ക് പോയിട്ടുണ്ട്. ഇനി എന്താണ്? ഞാൻ 2 വർഷമായിട്ട് ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I was trying to in a 1 year. I have been trying for job for 2 years.
I have been trying for a job for 2 years എന്ന് വരും. നെക്സ്റ്റ് ഏത് സെന്റൻസ് ആണ്? ഇന്നലെ ഞാൻ വീട്ടിലായിരുന്നു. Yesterday I was in my house. Yesterday I was in my home. ഞാൻ ഇന്നലെ എന്റെ വീട്ടിലായിരുന്നു. വീട്ടിലായിരുന്നു എന്നാണ് എന്താണ് സെന്റൻസ് എന്തായിരുന്നു? മലയാള സെന്റൻസ് I had leaving to my house. അല്ലെങ്കിൽ മാം പറഞ്ഞ പോലെ തന്നെ സെന്റൻസ് എന്ന് പറയോ? മലയാളം ആ മലയാളം ഇന്നലെ ഞാൻ എന്റെ വീട്ടിലായിരുന്നു. ഞാൻ ഇന്നലെ എന്റെ വീട്ടിലായിരുന്നു. ഓക്കെ. അപ്പോ yesterday I was in my house. I was in my home. Okay. Then അടുത്ത സെന്റൻസ് എന്റെ ഹസ്ബൻഡ് അവിടെ പോയിരുന്നു. പോയിരുന്നു. യാ എന്താ പറയാ? Has been ഞാൻ ഇന്നലെ എന്റെ വീട്ടിൽ പോയി അല്ലല്ലോ ഞാൻ പറഞ്ഞേ. അങ്ങനെയല്ലേ ആ സെന്റൻസ്? ഞാൻ ഇന്നലെ എന്റെ വീട്ടിൽ പോയി. yesterday ആ അങ്ങനെയാണെങ്കിൽ yesterday I went to my home എന്ന് വരും. yesterday I went to my home. എന്റെ ഹസ്ബൻഡ് അവിടെ ആയിരുന്നു. My husband was there. My husband was there. അവിടെ ആയിരുന്നു. Then my husband is also there എന്ന് പറയും. It's also was there എന്ന് പറയാം. ആയിരുന്നു. Then എന്തായിരുന്നു? എന്റെ ബ്രദർ മകനെ വിളിക്കാൻ പോയിരിക്കുകയാണ്. മകനെ വിളിക്കാൻ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. അതല്ലല്ലോ മലയാളം തെറ്റാണ് ഞാൻ അങ്ങനെയാണോ ഞാൻ അല്ല ഞാൻ തെറ്റെഴുതിയത്. തെറ്റാണ് എഴുതിയത്. ഞാൻ എഴുതി വെച്ചില്ല, കയ്യിന്നടുത്ത് പറയാ ചെയ്തത്. അതായത് എന്റെ ബ്രദറ് മകനെ വിളിക്കാൻ 1 മണി മുതൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. 2 സെന്റൻസ് ആയിട്ട് ഞാൻ കേട്ടത്. അതുകൊണ്ട് 2 പ്രാവശ്യം എഴുതിയത്. ഞാൻ കറക്റ്റ് ആയിട്ട് വേറെ സ്റ്റോറി ആയിട്ട് പറയാം. ഇതിങ്ങനെയാ വരാ. എന്റെ ബ്രദറ്, അതായത് മൈ ബ്രദർ ഹാസ് ബീൻ അത് പ്രസന്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ മൈ ബ്രദർ had been calling my son since 1 o'clock. 1 മണി മുതൽ എന്റെ ബ്രദറ് മകനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. My brother had been calling my son since 1 o'clock. Since 1 o'clock. ഓക്കെ, അങ്ങനെയാണ് വരാം. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ കുറച്ച് സ്റ്റോറീസ് ആയിട്ട് വരാം. മാക്സിമം നമുക്ക് 10 സെന്റ് വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. എനിക്ക് എത്ര ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്. ഓക്കെ, സോ നമുക്ക് വൈകിട്ട് ചെയ്യാം. ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു മാം.